ജാച്ചിസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എംബസിയിൽ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു സ്ക്രീൻ റെക്കോർഡറായിട്ടാണ് വന്നിരിക്കുന്നത്. പലരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ. ഇനിയും കുറെ പേര് കൂടെ ബാക്കിയുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇനിയും ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അറിവിലേക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ അപ്പം നമുക്ക് നേരെ സ്ക്രീനിലേക്ക് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഞാനത് മൊബൈലിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിൻ്റെ താഴെയൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊബൈലിൽ ഇങ്ങോട്ട് ഇതുപോലൊരു ഇന്റർഫേസ് കിട്ടും. അത് കുറച്ച് മുകളിലോട്ട് സ്ലീക്ക് ചെയ്യുക. സ്ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുൾ നെയിം ആസ് പാസ്പോർട്ടിലുള്ള നമ്മളെ ഫുൾ നെയിം കൊടുക്കാനാണ് അത് തരുന്നത്. അവിടെ നമ്മൾ പേര് ടൈപ്പ് ചെയ്യുക. പേര് ഞാനിപ്പോൾ ഒരു സുമാറ് പേര് കൊടുക്കുന്നുണ്ട്. സിറാജുദ്ദീൻ ചാറൻ. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണ്. പിന്നെ അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടായിട്ടാണ് ഇത് പിടിക്കുന്നത്. അതിന് തൊട്ട് മുകളിലോട്ടാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഏജ് കൊടുക്കുക. കുറച്ചും കൂടെ സ്ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെയിലാണെങ്കിൽ മെയിൽ കൊടുക്കുക, ഫീമെയിൽ കൊടുക്കുക. വേണമെങ്കിൽ ടിക്ക് ചെയ്യുക വേണ്ടു. പിന്നെ അതിൽ സ്റ്റാർ റെഡ് കളറിൽ സ്റ്റാർ ചെയ്തിട്ടുള്ള ആ പോർഷൻ എന്തായാലും പൂരിപ്പിച്ചേ പറ്റുക, അല്ലെങ്കിൽ അത് ഇൻവാലിഡ് ആവും. പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ പാസ്പോർട്ടിന്റെ വാലിഡിറ്റി അവിടെ വെച്ചു, അത് യെസ് ഓർ നോ എന്ന് മാത്രമേ കൊടുക്കണ്ടോ, അതുപോലെ കൊടുക്കുക. പിന്നെ പാസ്പോർട്ട് എക്സ്പയർ ഡേറ്റ് അവിടെ കറക്റ്റ് ഡേറ്റ് നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ഇത് സുമാറ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ താഴെ നിങ്ങളിപ്പോ ഈ സൗദി അറേബ്യയിൽ ഏത് ഇതിലാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. നമ്മൾ ഇക്കാമ മുഖാന്തരം അവിടെ ഇല്ലെങ്കിൽ ഇക്കാമ ഹോൾഡറിന് കൊടുക്കുക, അല്ല വിസിറ്റിംഗ് ആണെങ്കിൽ വിസിറ്റിംഗ് കൊടുക്കുക, അല്ല ബിസിനസ് വിസ, ഉംറ വിസന്റെ എന്തായാലും ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സൗദി രജിസ്റ്റർ ഇക്കാമ നമ്പർ കൊടുക്കുക. ഒരു സുമാറ് നമ്പർ അടിക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ എക്സിറ്റ് വിസ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. അത് യെസ് കൊടുത്താൽ മതി. പിന്നെ റീസൺ, റിയാദിന് എവിടുന്ന് പോകുന്നതിൻ്റെ എന്താണ് റീസൺ എന്നുള്ളത് അത് ഒരാളെ പിന്നെ ഇതുപോലെ കൊടുക്കുക. ജോലി നഷ്ടപ്പെട്ടതിൽ അതൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എക്സ്പയർ വിസ കൊടുത്തിട്ടുള്ളത്. നമ്മളെ എന്താ ഇവിടുത്തെ ഇത് വർക്കറാണെങ്കിൽ വർക്കറിന് കൊടുക്കുക, വിസിറ്ററാണെങ്കിൽ വിസിറ്ററിന് കൊടുക്കുക. പിന്നെ സിറ്റി നമ്മളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റിയാദ് എന്ന സിറ്റി. നമ്മളെ ജിദ്ദയിലുള്ളവരാണെങ്കിൽ ജിദ്ദാന്ന് കൊടുക്കുക. നമ്മളെ ഇവിടുന്ന് പോകേണ്ട എയർപോർട്ട് ഇത് ഞാൻ റിയാദിലായതുകൊണ്ടാണ് റിയാദിന് കൊടുത്തിന്. ജിദ്ദയിലാണെന്നുള്ളതാണെങ്കിൽ ജിദ്ദ കൊടുക്കുക, അല്ല ദമാമെന്നാണെങ്കിൽ ദമാമെന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റേറ്റ് കൊടുക്കുക. ഇവിടെ താഴെ കുറച്ച് സ്ലീക്ക് ചെയ്ത കേരള സെലക്ട് ചെയ്യുക. പിന്നെ ഫുൾ അഡ്രസ്സ് നമ്മൾ പാസ്പോർട്ടിൽ എന്താണോ അഡ്രസ്സ് ഫുൾ ഉള്ളത് അതേ സെയിം ആയിട്ട് തന്നെ ഇവിടെ അഡ്രസ്സ് കൊടുക്കണം. അഡ്രസ്സ് പിന്നെ കറക്റ്റ് ആയിരിക്കണം. പാസ്പോർട്ടിലെ സെയിം അഡ്രസ്സ് തന്നെ ആയിരിക്കണം. ഒരു കാരണവശാലും തെറ്റാൻ പാടില്ല. ക്യാപിറ്റൽ അക്ഷരം തന്നെ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. ഇത് മൊബൈലിൽ ചെയ്യുന്ന ഇതാണ്, കമ്പ്യൂട്ടർ ചെയ്യുന്നത് വേറെ. ഇതേപോലെ തന്നെ സിസ്റ്റം വരുന്നത് പക്ഷെ ചെറിയ ഡിഫറെന്റ് ഉണ്ട്. നമ്മുടെ അടുത്തുള്ള എയർപോർട്ട് നാട്ടില് നമുക്ക് അടുത്തുള്ള എയർപോർട്ട് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ണൂരിന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ ഏതാണ് അടുത്ത് വരുന്നത് അത് കൊടുത്താൽ മതി. ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. നിങ്ങളെ മൊബൈലിലുള്ള ഒരു ID കൊടുത്താൽ മതി. അതിലേക്ക് ഒന്നിക്ക് അവർ മെസ്സേജ് വിടും, അല്ലെങ്കിൽ അവർ കോൾ ചെയ്യും.
താഴെ ഫോൺ നമ്പർ എന്തായാലും വാല്യുബിൾ ആയിട്ടുള്ള മൊബൈൽ നമ്പറിനെ കൊടുക്കണം. കാരണം അതിൽ അവര് വിളിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നാട്ടിലത്തതും അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന നമ്പർ കൊടുക്കണം. പിന്നെ കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒരു ഇതാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തെന്ന് പറയാം, അല്ലെങ്കിൽ നോ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പ്രൊഫഷൻ കൊടുക്കണം. ഇവിടെ പ്രൊഫഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുമാർ ഡ്രൈവറാണെങ്കിൽ ഡ്രൈവറിന്, ഹൗസ് ഡ്രൈവറാണെങ്കിൽ ഹൗസ് ഡ്രൈവറിന് കൊടുക്കുക. അല്ല നമ്മള് കമ്പനി ഷോപ്പിലാണെങ്കിൽ സെയിൽസ്മാൻ ആണെങ്കിൽ മന്ദൂബ് അതിന് സെയിൽസ്മാൻ എല്ലാം കൊടുക്കുക. അതെന്താണ് നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ഇതാണ്. റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം. റിമാർക്സ് ഇപ്പോൾ നമ്മളെ വാല്യൂ എന്തെങ്കിലും അടുത്ത് അഡീഷണൽ ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ എന്നിട്ട് എഗ്രി യെസ് അടിക്കുക, എന്നിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്താൽ മതി. പിന്നെ സബ്മിറ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നുമില്ല, അത് സബ്മിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് വരും. ഇത് ഞാൻ പിന്നെ നെറ്റ് ഓഫ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്താൽ അങ്ങനെ സബ്മിറ്റ് ആണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. ഇനി ആദ്യമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും.